പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂട്ടുകാരായ കമലയും വിമലയും പുഴക്കരയിൽ പോയത് നിങ്ങൾ ഓർക്കുന്നോ? അവിടെ അവർ ആരെയൊക്കെയാണ് കണ്ടത്? മണിയനുറുമ്പിനെ കൂടാതെ തവള, പാമ്പ്, ഞണ്ട്, മീൻ, പുൽച്ചാടി തുടങ്ങിയവരെയൊക്കെ കണ്ടു അല്ലേ? മണിയനുറുമ്പ് വെള്ളത്തിൽ വീണപ്പോൾ എന്താണ് സംഭവിച്ചത്? മുങ്ങിച്ചാവാൻ പോയി അല്ലേ? പുഴയിലെ മീനെ പിടിച്ചു കരയിലിട്ടാൽ എന്ത് സംഭവിക്കും? അത് ഉടനെ ചത്തുപോകും അല്ലേ? എന്നാൽ തവളക്കുട്ടനോ? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ സാധിക്കും അല്ലേ? നമുക്ക് ചുറ്റുമുള്ള ഓരോ ജീവികളും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. ഇനി വരുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചു കാണണേ. ഓരോ ജീവികളും എവിടെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇത് ഡോൾഫിൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലേ? ചിക്കൻ, കോഴി എവിടെയാണ് ജീവിക്കുന്നത്? സീ ലയൺ, കടൽ സിംഹം. ഇതാരാണ്? സ്റ്റിംഗ് റേ, തെരണ്ടി മത്സ്യമാണ്. ഇതോ പാണ്ട, കണ്ടിട്ടുണ്ടോ? ഇത് സ്ക്വിഡ്, കണവ. ഇതോ ബീവറാണ്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, ഡോഗ്. ഇത് ഷ്രിംപ്, കൊഞ്ച് എന്ന് പറയും. കണ്ടിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾക്കറിയാം, റാബിറ്റ്, മുയൽ. ഇത് ക്ലൗൺ ഫിഷാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങളിതിനെ? ഇത് ടേർട്ടിൽ, ആമ, കരയിലും വെള്ളത്തിലും ജീവിക്കും. മങ്കി, കുരങ്ങനെ നിങ്ങൾക്കറിയാം അല്ലേ? ഇത് സീൽ, കരയിലും വെള്ളത്തിലും ജീവിക്കാവുന്ന ഒരു ജീവിയാണ്. ക്യാറ്റ്, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ജീവിയാണല്ലേ? സലമാൻഡർ, പല്ലിയെപ്പോലെയുള്ള ഒരു ജീവിയാണ്, കരയിലും വെള്ളത്തിലും ജീവിക്കും. ഇത് ഷീപ്പ്, ചെമ്മരിയാട്. ജിറാഫ്, കരയിലെ പൊക്കം കൂടിയ ജീവിയാണല്ലേ? ഇത് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. എലിഫൻറ്റ്, ആന. ഹോഴ്സ്, കുതിര. ഇനി ആരാണ്? ഒക്ടോപ്പസ്, 8 കൈകളുള്ള നീരാളി. ഇത് കാട്ടിലെ രാജാവെന്നറിയപ്പെടുന്ന സിംഹം, ലയൺ. ഒട്ടർ, നീർനായ എന്നറിയപ്പെടുന്ന ജീവിയാണ്, കരയിലും വെള്ളത്തിലും ജീവിക്കും. ഇത് സീ ഹോഴ്സ്, കടൽ കുതിര. പിഗ്, പന്നിയാണിത്. ഇനി ആരാണ്? ക്രോക്കഡൈൽ, മുതല. പിന്നെയോ ഇത് മാൻ, ഡിയർ. ഇത് ജെല്ലി ഫിഷ്, കാണാൻ നല്ല ഭംഗിയാണല്ലേ? ഇത് കങ്കരു, സഞ്ചിയിൽ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ചാടി ചാടി നടക്കുന്ന ജീവി. ഇതാരാണ്? വെയിൽ, തിമിംഗലം അല്ലേ? ഇത് നമുക്കറിയാം, കൗ, പശു. ഫ്രോഗ്, തവള. ഇത് ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കണ്ട ജീവികളുടെ പേരുകൾ നമുക്ക് 3 തരത്തിലാക്കി തിരിച്ചെഴുതാവുന്നതാണ്. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നവ, കരയിൽ ജീവിക്കുന്നവ, വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവ. മുകളിൽ കൊടുത്തിട്ടുള്ള കോളങ്ങൾ ഓരോന്ന് വായിച്ചു നോക്കാം. അനിമൽസ് ലിവ് ഇൻ ലാൻഡ്, അനിമൽസ് ലിവ് ഇൻ വാട്ടർ, അനിമൽസ് ക്യാൻ ലിവ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. ഇങ്ങനെ ഓരോ ജീവികളെയും തരംതിരിച്ച് ഈ ലിസ്റ്റിലേക്ക് എഴുതി ചേർക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.